ശാസ്ത്ര ക്യൂസ്. സി.വി. രാമന് നോബൽ സമ്മാനം ലഭിച്ച കണ്ടുപിടുത്തത്തിൻ്റെ പേര്? ഉത്തരം രാമൻ പ്രഭാവം. സി.വി. രാമൻ ജനിച്ച വർഷമേത്? ഉത്തരം 1888 നവംബർ 7. സി.വി. രാമൻ്റെ ജന്മസ്ഥലമേത്? ഉത്തരം തിരുച്ചിറപ്പള്ളി. സി.വി. രാമൻ അന്തരിച്ചതെന്ന്? ഉത്തരം നവംബർ 21, 1970. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. സി.വി. രാമൻ ബാംഗ്ലൂരിൽ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര്? ഉത്തരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചൂട് തട്ടിയാൽ നശിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ സി. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ലോക സമുദ്രദിനം എന്നാണ്? ഉത്തരം ജൂൺ 8. ഏതു വർഷം മുതലാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1987 മുതൽ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെ തോംസൺ. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 24. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയ വർഷം? ഉത്തരം 1969. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം? ഉത്തരം ഓങ്കോളജി. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഉത്തരം രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിവസം ആയതുകൊണ്ട്. 2025 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം എംപവറിംഗ് ഇന്ത്യ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം വീനസ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹീമോഫീലിയ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഉത്തരം പാൻക്രിയാസ് ഗ്രന്ഥി. ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ലാൻ വിൽമുട്ട്. ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം? ഉത്തരം ധ്രുവ നക്ഷത്രം. സ്വയം പ്രകാശിക്കുന്ന ഒരു ഷഡ്പദം? ഉത്തരം മിന്നാമിന്നി. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം തോമസ് ആൽവ എഡിസൺ. സി.വി. രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷമേത്? ഉത്തരം 1930. ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം സി.വി. രാമൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ബാംഗ്ലൂർ.
വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. ഉത്തരം ആംപിയർ. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 21. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം. ഉത്തരം നൈട്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകമേത്? ഉത്തരം ഓക്സിജൻ. സ്വർണം ലയിക്കുന്ന ലായനി. ഉത്തരം അക്വറീജിയ. ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം. ഉത്തരം മുള. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. ഉത്തരം ക്ഷയം. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓസോൺ വാതകത്തിൻ്റെ നിറം. ഉത്തരം നീല. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകമേത്? ഉത്തരം ഓക്സ്മിയം. കിഡ്നി സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സംയുക്തം. ഉത്തരം കാൽസ്യം ഓക്സലൈറ്റ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകം. ഉത്തരം വെള്ളി. ത്വക്കിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. ഉത്തരം മെലാനിൻ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമേത്? ഉത്തരം സോഡിയം. ആദ്യത്തെ കൃത്രിമ നാര്. ഉത്തരം നൈലോൺ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ്. ഉത്തരം കാർബൺ 14. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ഹൈഗ്രോമീറ്റർ. ചിരിപ്പിക്കുന്ന വാതകത്തിൻ്റെ രാസനാമം. ഉത്തരം നൈട്രസ് ഓക്സൈഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോട്ടയം. ചന്ദ്രനിലെ കല്ല് ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം. ഉത്തരം ലൂണ 16. എല്ലുകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ശാസ്ത്രശാഖ. ഉത്തരം ഓസ്റ്റിയോളജി. സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഉത്തരം ഭൂമി. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യ ഉൽപാദനം. സൗരോർജം ഭൂമിയിൽ എത്തുന്ന രീതി. ഉത്തരം വികിരണം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ഉത്തരം ഹൈഡ്രജൻ. ഏറ്റവും വേഗത്തിൽ ഓടുന്ന സസ്തനി ഏത്? ഉത്തരം ചീറ്റ. രജത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട ഉൽപാദനം. ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പദമേത്? ഉത്തരം കടന്നൽ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം? ഉത്തരം 1954. ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹമേത്? ഉത്തരം യുറാനസ്. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗമേത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.